അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുഹറം 10 നാളത്തെ ദിവസം, അതായത് ഞായറാഴ്ച ദിവസമാണ്. ഈ മുഹറം 10 നാം മുഹറം 10 ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട നന്മകളും അതിപ്രധാനപ്പെട്ട ദിക്റുകൾ, അതേപോലെ തന്നെ ആ ദിവസത്തിന്റെ മഹത്വം എന്തൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കാം. പരിശുദ്ധമായ റമളാനിന് ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഈ മുഹറം മാസത്തിലെ ആശുറാഹിന്റെ ദിവസം, മുഹറം 10 ദിവസം ഒരാള് നോമ്പനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തിന്റെ പാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. ആ മുഹറം 10 ദിവസം മൻ വസഅ അല ഇയാലിഹി ഫി യൗമി ആശുറാ വസഅ അല്ലാഹു അലൈഹി സാഹിറ സനതി. ഒരാൾ മുഹറം 10 ദിവസം തന്റെ കുടുംബത്തിന് വിശാലത കാണിച്ചാൽ, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, അവർക്ക് വേണ്ടപ്പെട്ട കാര്യത്തിൽ ഒരാൾ വിശാലത കാണിച്ചാൽ, അവരെ സന്തോഷിപ്പിച്ചാൽ, അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചാൽ, ആ ഒരു വർഷം മുഴുവനായും അദ്ദേഹത്തിന് അല്ലാഹു തആല അവൻ ചെയ്യുന്ന ഓരോ ഏർപ്പാടുകളിലും, ഓരോ ബിസിനസ് ആയാലും, അവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അല്ലാഹു തആല വിശാലത ഇട്ട് കൊടുക്കും, ബറക്കത്തിട്ട് കൊടുക്കും. അതായത് മുഹറം 10 ദിവസം നമുക്ക് നോമ്പാണ്. അപ്പോൾ മുഹറം 10 ദിവസം നമുക്ക് അവർക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം മുഹറം 10 നോമ്പ് തുറ അത് 11-ാം ദിവസമാണ്. അപ്പൊ നമുക്ക് മുഹറം 9 നോമ്പ് തുറ നമുക്ക് നല്ല രൂപത്തിലാക്കിയാൽ, അത് മുഹറം 9 നോമ്പ് തുറ അത് പ്രവേശിക്കുന്നത് മഗ്‌രിബ് വാങ്കോട് കൂടെ പ്രവേശിക്കുന്നത് 10-ലേക്കാണ്. അപ്പോൾ അന്ന് രാത്രി നമുക്ക് നല്ല വിശാലമായ രൂപത്തിൽ നമ്മുടെ മക്കൾക്കും, നമ്മുടെ ഭാര്യമാർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും വിശാലത കാണിച്ചു കൊടുക്കാൻ, അവർക്ക് നല്ല വേണ്ടപ്പെട്ട നല്ല ഭക്ഷണം വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതേപോലെ തന്നെ അന്ന് ദിവസം നമുക്ക് ചെയ്യേണ്ട അത്ഭുത ഇബാദത്തുകളെ കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ ഒരുപാട് പറയാനുണ്ട്. അതിൽ ചുരുങ്ങിയ അത്ഭുത കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. അതായത് മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ആശുറാ ദിവസം, മുഹറം 10 ദിവസം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ 1000 തവണ പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ തിരുനോട്ടം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അവന് ലഭിക്കും. അദ്ദേഹത്തെ ഒരിക്കലും അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല, ഒരിക്കലും അല്ലാഹു തആല അദാബ് വരുത്തുകയില്ല. ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ 1000 തവണ മുഹറം 10 രാത്രിയിലും പകലിലുമായിട്ട് ഒരാൾ ഓതി തീർത്താൽ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ നളറിന്റെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അവനിക്ക് ലഭിക്കും. അവനെ ഒരിക്കലും പിന്നെ ശിക്ഷിക്കുകയില്ല. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതേപോലെ തന്നെ ആശുറാ ദിവസം 70 തവണ ചൊല്ലേണ്ട ഈ ദിക്ർ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ദിക്ർ 70 തവണ പാരായണം ചെയ്യുന്നു. അതിന് ശേഷം ഒരു തവണ സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗർ റിള വസിനത അർശി ലാ മൽജഅ വലാ മൻജ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുബ്ഹാനല്ലാഹി അദദ الشفع والوتر وعدد كلمات الله التامات كلها أسألك السلامة كلها برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله على نبينا خير خلقه وعلى آله وأصحابه أجمعين كلما ذكره الذاكرون وغفل عن ذكره الغافلون എന്ന ദിക്ർ ഒരു തവണ പാരായണം ചെയ്യുന്നു. എന്നാൽ ആ ഒരു വർഷം അദ്ദേഹം മരണപ്പെടുകയില്ല, അദ്ദേഹം മരിക്കുകയില്ലെന്ന് കിതാബിൽ ജവാഹിർ നമുക്ക് കാണാം. അതായത് ഈ ഒരു ദിക്ർ, ഈ ഒരു മഹത്വമുള്ള പ്രാർത്ഥന ഒരാൾക്ക് ചൊല്ലാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അദ്ദേഹം ആ ഒരു വർഷം മരിക്കുകയില്ല. ഒരാൾക്ക് അല്ലാഹു തആല മരണം കണക്കാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അല്ലാഹു തആല മറവിച്ചു കൊടുക്കും. ഈ ദിക്ർ ചൊല്ലാൻ അല്ലാഹു തആല അവനിക്ക്
മറപ്പിച്ചു കൊടുക്കും, അവനിക്കത് ചൊല്ലാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള ഭാഗ്യം തരട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ മുഹറം 10 ആശുറാഹിന്റെ രാത്രി, അതായത് നമുക്ക് നോമ്പ് തുറന്ന് ഇന്ന് രാത്രി നമുക്ക് ചൊല്ലണം അതിപ്രധാനപ്പെട്ട ഒരു ദിക്ർ 70 തവണ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം എന്ന ദിക്ർ എല്ലാവരും 70 തവണ ചൊല്ലുക. മറ്റൊരുപാട് ദിക്റുകളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ഭാരമാകും. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞത്ര നിങ്ങൾ ചെയ്യുക. ചുരുങ്ങിയത് നിങ്ങൾക്ക് ഇഖ്ലാസ് കൊടുത്തെങ്കിൽ ഒരു 1000 തവണ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ പരിശുദ്ധമായ ആശുറാഹിന്റെ രാത്രിയിൽ നമുക്കെയും ദിവസവും ഓതി വരുന്ന സൂറത്തുൽ വാഖിഅ, തബാറക പോലത്തെ, യാസീൻ സൂറത്ത് പോലത്തെ സൂറത്തുകൾ ഒരിക്കലും ഇഷ്ടപ്പെടുത്താൻ പാടില്ല. മറ്റു ദിക്റുകൾ ചൊല്ലി ഈ ദിവസവും ചെയ്യുന്ന അമലിക്കാണ് ഏറ്റവും മഹത്വമുള്ളത്. അതൊക്കെയും മുടക്കി മറ്റു ദിക്റുകൾ ചൊല്ലാൻ നാം പോകാൻ പാടില്ല. അതുകൊണ്ട് ദിവസവും ചൊല്ലുന്ന വാലിദായ സൂറത്തുകൾ, ദിവസവും ചൊല്ലി വരുന്ന സൂറത്തുകൾ ആദ്യമേ ചെയ്ത് പിന്നെ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആശുറാഹിന്റെ സുന്നത്ത് നോമ്പിനെ ഞാൻ നോക്കുന്നു എന്ന നിയത്തോടു കൂടെ അല്ലാഹു തആലാക്ക് വേണ്ടി പരിശുദ്ധമായ ആശുറാഹിന്റെ, അതായത് മുഹറം 10 നോമ്പിനെ ഞാൻ നോക്കുന്നു എന്ന നിയത്തിൽ എല്ലാവരും നിയത്ത് വെച്ച് ഫർളായ നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അതും വീട്ടുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.